ഇളക്കം ഈ വണ്ടിയാക്കിയിട്ട് തിരയിളക്കം വിഷമുറാതിച്ചു വണ്ടി അലറിയത്തും വിഷപ്പുത് തുടങ്ങിച്ച് തിന്നിപ്പുതും തീരത്തിന്റെ തീരക്കൊത്തിൽ പടയിളക്കം ഈ വണ്ടിയാക്കിയിട്ട് തിരയിളക്കം വിഷമുറാതിച്ചു വണ്ടി അലറിയത്തും വിഷപ്പുത് തുടങ്ങിച്ച് തിന്നിപ്പുതും. ഇതേതാണ് സ്റ്റേഷൻ? ഓ, ഭാരതീപുരം. ഭാരതീപുരം റെയിൽവേ സ്റ്റേഷൻ. എന്തു തിരക്കാണ് ഇവിടെ. ആയിരക്കണക്കിന് യാത്രക്കാർ, കെട്ടും ഭാണ്ഡവും വെട്ടിയും കിടക്കയും തട്ടുമുട്ട് സാധനങ്ങളുമായിട്ട് ആയിരക്കണക്കിന് യാത്രക്കാർ അറ്റവരായി കാത്തിരിക്കുന്നു. യാത്രക്കാർക്കിടെ പെട്ടെന്ന് ഉത്സാഹം. സ്റ്റേഷൻ മാസ്റ്റർ പുറത്തേക്ക് വന്നു. അയാൾ വിളിച്ചു പറയുന്നു, ഇതേ വൈകുണ്ഠ, മണി അടിച്ചാലേ. ആ ലൈൻ ക്ലിയറായി, വണ്ടി അടുത്ത സ്റ്റേഷൻ വന്നിട്ടുണ്ട്, ആ മണി അടിച്ചാലേ. തീരക്കൊത്തിൽ പടയിളക്കം ഈ വണ്ടിയാക്കിയിട്ട് തിരയിളക്കം വിഷമുറാതിച്ചു വണ്ടി അലറിയത്തും വിഷപ്പുതിർ തുടങ്ങിയിട്ട് നിങ്ങളുടെ മാട്രസിൽ ഇതുപോലെ ജ്യൂസ് ഒഴിക്കണോ? ഒഴിച്ചോ. രാവിലെ ഉണ്ടാക്കിയ കറി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാല്, വെങ്കായം, അല്ല വെള്ളം, ഇതുപോലെ എന്തും ധൈര്യമായിട്ട് ഒഴിക്കാം. നോ ഇഷ്യൂസ്. ബട്ട് ഇപ്പോഴുള്ള മാട്രസിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണി പാടും. ഇതിനാണ് എമ എന്ന ബ്രാൻഡിന്റെ മാട്രസ് പ്രൊട്ടക്ടർ. ഇത് മാട്രസിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ ആ മാട്രസ് 100% വാട്ടർ പ്രൂഫ് ആൻഡ് സ്പിൽ പ്രൂഫും ആയി. ഇതിന് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് കിട്ടുന്നത്. നൈസ് പാക്കിംഗ്. ഓപ്പൺ ചെയ്ത ഉള്ളിൽ എന്താ? പ്രൊട്ടക്ടർ. വേറെ ഒന്നുമില്ല. വേറെന്ത് തരാനാണ്? അപ്പൊ ഇതാണ് പ്രൊട്ടക്ടർ. ഇതങ്ങ് എടുത്ത് ഇതുപോലെ വിരിച്ചു കൊടുത്താൽ സംഭവം സെറ്റ്. നമ്മുടെ മാട്രസിന്റെ സൈസിനനുസരിച്ച് ഇവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. വലിയ വില ഒന്നും വരുന്നില്ല. മാട്രസ് പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഒരു സൈഡ്, അതായത് നമ്മൾ കിടക്കുന്ന ഭാഗം സ്മൂത്ത് ആൻഡ് കോസി ഫീൽ ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ 100% വാട്ടർ പ്രൂഫ് ആൻഡ് സ്പിൽ പ്രൂഫ് ആണ്. ഇതിൽ ഡ്രൈ ഗ്രേഡ് ES8 ഗ്രേഡ് ലിക്വിഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല ഡസ്റ്റ് ആൻഡ് മൈറ്റ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്ത് സംഭവിച്ചാലും മാട്രസിലേക്ക് ആകില്ല. ഞാൻ ഇതുപോലെ പലതും ഒഴിച്ചു നോക്കി, മാട്രസിലേക്ക് കുറച്ചു പോലും ആയിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള കവറുകളൊക്കെ ഇടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇട്ടു എന്ന് കരുതി യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ മാട്രസിൽ എങ്ങനെയാണോ കിടക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. ശരിക്കും ഇതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും അതിന് പുറമെ കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട് ഉറങ്ങാനും പറ്റും. ഇതെല്ലാ മാട്രസിലേക്കും പറ്റും. ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഫിറ്റ് ആയി പെട്ടെന്ന് റിമൂവ് ആകാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന മാട്രസുകൾ കൂടുതൽ കാലം നിലനിൽക്കാനും പിന്നെ നല്ല വൃത്തിയിലൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ഇതുപോലുള്ള കവറുകൾ വാങ്ങിച്ചിടുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനൊന്നും വലിയ ചെലവുമില്ല. ഇവരുടെ സൈറ്റിൽ പോയി നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മാട്രസിന്റെ കറക്റ്റ് സൈസ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം. നിങ്ങൾ അഥവാ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഫ്രീ ഷിപ്പിംഗും നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. ഇത്രയൊക്കെ കണ്ടിട്ട് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും ഇതുപോലുള്ള മാട്രസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കും അത് കണ്ട് माँ क्या करती थी, जब मौका मिले तो पीछे नहीं हटना. वेरी गुड. आप ऐसे ही टाइम पास करते रहो, मेरी भी रेपुटेशन बच जाएगी. दादा बहुत मार्केटिंग की है मैंने आपकी. दूर के ग्रह तक फेमस है दादा. वो दुनिया के इकलौते सुपर हीरो है. अरे दीपू, जरा इधर बाइक के अंदर ले. सुपर हीरो स्कूटर पे क्यों बैठ के आएगा? तो उड़ के आएगा ना. लगता है लड़के आए हैं. एलियन आ गए. दादाजी के हाथ पे ट्रेन फेंक के मारी उन्होंने. इन्होंने मान लिया. और राजू बोल रहा था तूने सामान फ्री में दे दिया था. आप फ्री में हमारे लिए इतना कर रहे हैं और मैं पैसे ले लूं. एक न्यूज़पेपर पढ़ लिया. तुम्हारी वो ट्रेन वाली खबर तो कहीं नहीं आई. दोनों पागल बना रहे हैं. अरे भाई सुनो, ये गंगाधरी शक्तिमान वाला सीन है. कुछ स्टंट या सुपर हीरो जैसा कुछ करके दिखा सकते हो तो हमें लगे कि आप सच्चे सुपर हीरो. फोटो है मेरे इंडियन दोस्त के साथ. जादू है ये. पूरी दुनिया ने देख रखी है फिल्म. पैरों में है चप्पल पुरानी. आपको इंजेक्शन से दर्द होता है, ऊंचाई से डरते हो, फिर आप कहते हो कि आप सुपर हीरो. एलियन आएगा तो मैं दिखा दूंगा. एलियन कभी आने नहीं वाले. आएंगे, मेरा मन कहता है आएंगे. वो एलियन है, करण अर्जुन नहीं जो आएंगे.
आपकी तारीफ? हम एलियंस हैं, दूसरी ग्रह से हैं। हाँ, शादी वादी में आए किसी के? नो, धरती पे अटैक होने वाला है। दादा यार जगाओ अपनी पावर को। दादा जगा तेरी पावर, जगा। खलनायकों की तो तोता उड़, मैना उड़, सुपर हीरो। पुंगी बजाए वो, खलनायकों की तो पुंगी बजाए वो, सॉलिड हरंदाजो. വണ്ടി അടുത്ത സ്റ്റേഷൻ വന്നുള്ളൂ. യാത്രക്കാർ തയ്യാറായി കഴിഞ്ഞു. വണ്ടിയുടെ ആയുധങ്ങളുമായിട്ട് എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു. ഒരു മഹായുദ്ധത്തിന് ഒരുങ്ങിയ മാതിരി. കാരണം ഇത്രയും ആളുകൾ കാത്തുകെട്ടി കിടക്കുമ്പോ ഒരു സീറ്റ് പിടിക്കുന്ന പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പിടിക്കുന്നതൊക്കെ പ്രയാസമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് അവരെ ഒലക്കയും ചരവയും മുറവും തവിയും ഒക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് കെട്ടി. പക്ഷേ ഈ ഒന്നിലും തള്ളിലും ബഹളത്തിലും ബന്ധപ്പെടാതെ ഒരാൾ മാറി നിൽക്കുന്ന ഒരു മാന്യൻ. മാന്യന്മാരെങ്ങനെയാണ് അവർ മാറി നിൽക്കുകയുള്ളൂ. കണ്ടില്ലേ നിൽക്കുന്നത് തൂവെള്ള ജുബയും വേഷ്ടിയുമാണ് പുള്ളിക്കാരന്റെ വേഷം. കാലിൽ കറുത്ത ഷൂസ്, തലയിൽ ഒരു കറുത്ത തൊപ്പി, നെറ്റിത്തറത്തിൽ ഈർക്കിൽ കൊണ്ട് വരച്ച മാതിരി ഒരു ചുവന്ന രേഖ. ആ നിൽക്കുന്ന മാന്യനാണ് ഹരിശരൺ ബാബു. ഹരിശരൺ ബാബു തൊട്ടടുത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബാല്യക്കാരൻ ദീനബന്ധു. ദീനബന്ധുവിനൊരു സംശയം, മാനെ ഇവിടെ എന്ത് തിരക്കാണ്? ഈ ഭാരതീയർ എന്ന് പറഞ്ഞൊരു പട്ടിക്കാടല്ലോ, ഗ്രാമപ്രദേശം. നമ്മുടെ കൽക്കത്തയിലൊക്കെ ജനക്കൂട്ടമാണല്ലോ ഇവിടെ. എന്താ ഇങ്ങനെ? എടാ ദീനബന്ധു, ഇന്നലെ ഇവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു, മംഗളചണ്ഡി പൂജ. ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ജനങ്ങളാ, വളരെ ദൂരത്തു നിന്നൊക്കെ വന്ന ഭക്തജനങ്ങളാ. വളരെ ദൂരത്തു നിന്നുള്ള ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ദേവിയാണ് മംഗളചണ്ഡി. കാരണം മംഗളചണ്ഡി വിളിച്ചാൽ വിളികേൾക്കുന്ന ദേവതയാണ്. ഭക്തന്മാരുടെ എല്ലാ അഭീഷ്ടവും സാധിച്ചു കൊടുക്കും. ഏമാനെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ അഭീഷ്ടം സാധിക്കാനുണ്ടായിരുന്നു. എന്താണ്? കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലമായി, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. സാരമില്ല, നീ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. നീ മംഗളചണ്ഡി വിഗ്രഹം കണ്ടിട്ടുണ്ടോ? അങ്ങനെ മന്ദസ്മേരവതനയായി ഒരു കൈ ഉയർത്തി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മട്ടിൽ എനിക്കെന്റെ ദേവി. തൊട്ടു മുമ്പിൽ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൽ ഒരു നാളികേരം അടിച്ചേക്കുക. നിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കുക. ഇല്ലെങ്കിൽ കാര്യം പറഞ്ഞിട്ട് നാളികേരം അടിച്ചാലും കുഴപ്പമില്ല. അമ്പേ ചണ്ഡി മംഗളചണ്ഡി മഹാമായിയെ കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലമായി, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഉണ്ടായ ഭാഗ്യം ഉണ്ടായില്ലേ? അനുഗ്രഹിക്കണേ ദേവി, അനുഗ്രഹിക്കണേ ദേവി. നാളികേരം അടിച്ചേക്കുക. അടുത്ത വർഷം ഈ ഉത്സവത്തിന് മുമ്പ് പ്രസവം നടന്നിരിക്കും. പ്രസവം എന്ന് പറഞ്ഞാൽ പിന്നെ തുരുതുരാ പ്രസവ. തുരുതുരാ പ്രസവം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രസവം നിർത്തണമെങ്കിൽ നാളികേരം വേറെ അടിക്കണമെന്നാ പറയുന്നത്. ഏമാനെ വണ്ടി വരുന്നെന്ന് തോന്നുന്നു. കെട്ടിയെടുത്ത് അലവെക്കട്ടെ. വണ്ടി വരുന്നുണ്ട്. യാത്രക്കാർ വേറായി നിൽക്കുന്നു. വണ്ടി വരണം, ചാടിയകത്ത് വേണം, സീറ്റ് പിടിക്കണം. സീറ്റ് കിട്ടിയില്ലെങ്കിൽ സീറ്റ് കിട്ടിയാണ് കോളേ കയറണം. അങ്ങനെ പരിപാടികൾ നിൽക്കുന്നുണ്ട്. അവരുടെ സംഭവം കാണുന്നില്ല. ആ റെയിൽ പാളത്തിൽ എടുത്ത തലവെച്ച് കിടക്കുന്നു. തലവെച്ച് കിടക്കുന്നു പാളത്തിൽ. ഹരിശരൺ ബാബു അതേ വിളിച്ചു. അവനവിടെ തന്നെ കിടക്കുക. ഹരിശരൺ ബാബു എടുത്തൊരു ചാടഞ്ഞാണ്. അവനെ പിടികൂടി. പിന്നെ കുറെ നേരത്തേക്ക് ഒരു മൽപ്പിടുത്തമായിരുന്നു. അവസാനം സർവകരുത്തുകൊണ്ടും അവനെ പൊക്കിയെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വരെ ഏറെ പിടിച്ചോ, പിടിച്ചോ. ഹരിശരൺ ബാബു വന്യവിധനെ വലിഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലെത്തി. തൊട്ടില്ല എന്ന മട്ടിൽ വണ്ടി വന്നു. ഈശ്വര, രക്ഷപ്പെട്ടു. ദീനബന്ധു, ഞാൻ അവനെ പിടിച്ചോളാം. നീ പോയി 2 ഓട്ടോറിക്ഷ വിളിച്ചോണ്ടോ. ഏമാനെ വണ്ടി ബാബു, നമുക്ക് കൽക്കത്തയ്ക്ക് പോകണ്ടായോ? ആ വണ്ടി പോട്ടെ, ഞാനത് കൽക്കത്തയ്ക്ക് പോകുന്നില്ല. ഒരുത്തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതില്ലേ വലിയ കാര്യം. ആ ട്രെയിൻ പോയി. അല്പം കഴിഞ്ഞു ആ സ്റ്റേഷനിൽ കണ്ട ഓട്ടോറിക്ഷയിൽ പോയി. തറവാട്ടിലെത്തി. ഹരിശരൺ ബാബു ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. ആ ചെറുപ്പക്കാരനെ ആത്മഹത്യക്ക് ചാടിയത് ചെറുപ്പക്കാരന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളിപ്പിടിച്ചു കൊണ്ടുപോയി. ഒരു മുറിക്കകത്തേക്ക് ഒരു തള്ളു. മുറി മുട്ടി താക്കോൽ കയ്യിലെടുത്തു. അവിടെ കടയടാ, അവിടെ കട. ഇപ്പൊ വരും പോലീസ്. ദീനബന്ധു, എത്രക്കാലും നമ്മുടെ വീട്ടിൽ വന്നല്ലേ അവൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. ശത്രുവും തന്നെ വന്നാൽ വഴിപോലെ സൽക്കരിക്കണം എന്നല്ലേ നിങ്ങൾക്ക് തയ്യാറാക്കുക. കുടിക്കാനെന്തൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ആ വാതിൽ തുറന്നു. ആളകത്തില്ല. അതേ അകത്തേക്ക് കൂട്ടി ആളില്ല. ഇവൻ എങ്ങോട്ട് പോയി? ആ ഉണ്ട്. അതാ തട്ടിന്റെ തുലാത്തിൽ ഇരിക്കുന്നു. ഇവനെന്തെടുക്കുന്നു? അല്ല, ബെഡ്ഷീറ്റ് വിരിച്ച് തുലാത്തിൽ കെട്ടി ആ ഷീറ്റിന്റെ ബലം പരിശോധിക്കുന്നു. രണ്ടാമത്തെ ആത്മഹത്യാ
ആള് മോശമല്ലല്ലോ, എന്നെ അകത്താക്കാനുള്ള പരിപാടിയാണല്ലോ. ഇപ്പൊ പോലീസ് വന്ന് ഞാനവനെ തല്ലിക്കൊന്ന് കെട്ടിക്കുന്നതേ പറയുള്ളൂ. ഇറങ്ങ പഠിപ്പിക്കും. സത്യം പറഞ്ഞു, നീ എന്തിന് ആത്മഹത്യക്ക് കഴിഞ്ഞു? ഇപ്പൊ വരും പോലീസ്. ബാബു ഞാനങ്ങനെ വെള്ളമെന്നല്ല. എന്താ അതിന്റെ പേര്? എന്റെ പേര് പ്രഫുൽ ചന്ദ്ര റായ്. പ്രഫുൽ ചന്ദ്ര റായ്. റായ് കുടുംബം തെറ്റവനാണ്, കുടുംബക്കാരനെ പക്ഷേ മണ്ടത്തരം കാണിക്കാൻ ശ്രമിച്ചു. നീ എന്തിന് ആത്മഹത്യക്ക് കഴിഞ്ഞു പറയും? ഹരിശരൻ ബാബു എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ആത്മഹത്യക്ക് ഒരുങ്ങുമായിരുന്നു. എന്താ വല്ല പ്രേമ നൈരാശ്യമായിട്ടാണ്? പ്രേമനൈരാശ്യം പ്രേമിച്ചിട്ട് വേണ്ട നൈരാശ്യം ഉണ്ടാവാൻ. പിന്നെന്താ, അച്ഛനും അമ്മയൊക്കെ പിണങ്ങി ഇറങ്ങി? അച്ഛനും അമ്മയും ഉണ്ടായിട്ട് വേണ്ട അവരോട് പിണങ്ങാൻ. അല്ല, അച്ഛനും അമ്മയില്ലാതെ പിന്നെ ആകാശം പൊട്ടി വീണ ഗന്ധർവനാണ്. ഏയ് അല്ല, പിന്നെ മാതാവുമായും മായം, എന്നത്തിത്വം മായം, എന്നാത്മാവുമായും മാതാവുമായും എൻ കാതലും മായം. അല്ല, ശ്രീ ശങ്കരാചാര്യനെ പോലാണല്ലോ പുറപ്പാട്. മാതാവുമായും പിതാവുമായും അസ്തിത്വമായും ആത്മാവുമായും. ഞാൻ ശ്രീശങ്കരന്റെ ശിഷ്യനാണ്. അല്ല, ഞാൻ ശ്രീശങ്കരന്റെ ശിഷ്യനല്ല. എനിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് യോജിപ്പില്ല. ശങ്കരാചാര്യ പറയുന്നത് ആ ലോകം മിഥ്യെന്നല്ലേ? ഞാൻ പറയും ലോകം സത്യമാണ്. ശങ്കരാചാര്യ പറയുന്നത് ലോകം മായയാണ്. ഞാൻ പറയും ലോകം മായയല്ല. ഈ ലോകം മായയല്ല. ഈ ലോകത്തിന്റെ മുഖത്താകം മായം, മായം, മായം. ലോകമേ മുഖത്തടിഞ്ഞു കൂടിയ മായത്തിൻ പൊടി കുടയ്ക്കാൻ. ലോകമേ മുഖത്തടിഞ്ഞു കൂടിയ മായത്തിൻ പൊടി കുടയ്ക്കാൻ. സ്നേഹത്തൂവാലയുമായി നിൽക്കും മുഖമാകയും മായം. സ്നേഹത്തൂവാലയുമായി നിൽക്കും മുഖമാകയും മായം. മാതാവുമായും എൻ കാതലും മായം. തിരുവനന്തപുരം എനിക്ക് നല്ല സുഖമില്ലാത്തതാണെന്ന് തോന്നുന്നു. എന്റെ തണുത്ത വെള്ളം കൊണ്ടുകൊടുക്കും. വെള്ളം കുടിച്ച് എനിക്ക് അയാൾ പറയുന്നു. ഹരിശരൻ ബാബു, നിങ്ങളിപ്പോ പറഞ്ഞത് ശരിയല്ല. എനിക്ക് തനിക്ക് സുഖം ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞു? എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാൻ പ്രത്യേക സ്വഭാവക്കാരനാണ്. കുട്ടിക്കാലം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അന്യായം ആര് കാണിച്ചാലും എതിർക്കും. അച്ഛനല്ല അമ്മയല്ല ആരായാലും അന്യായം കാണിച്ചാൽ എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരുത്തൻ സൈക്കിളിങ്ങനെ പോകുന്നു. സൈക്കിൾ കൊണ്ട് സ്ത്രീയുടെ ദേഹത്ത് മുട്ടിച്ചു. സ്ത്രീ വീണു. അവരവിടെ കിടന്ന് കരയുന്നു. എന്നിട്ട് അവർ സൈക്കിളിൽ കയറി പോവുക. ആണെ പോലെ ഒരക്ഷരം ഉണ്ടാകും. ഞാൻ വിളിച്ചു, നിങ്ങളവിടെ. സൈക്കിളിന്റെ കാലിൽ പിടിച്ചു. അവനിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോന്റെ അടക്കം ഒരടി. പോലീസ് വന്നു. എന്നെ കൊണ്ടുപോയി. കാരണം എന്റെ ഈ കാശിലായിരുന്നു കൈമടക്ക് കൊടുക്കാൻ. അവസാനം അച്ഛനാണ് വന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത്. ഹരിശരൻ ബാബു ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. 8ാം ക്ലാസ് പഠിക്കും, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ സംഭവം എനിക്ക് മറക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്കൊരു പുതിയ ഹെഡ്മാസ്റ്റർ വന്നു, രാമേഷ് എന്ന് പറഞ്ഞാൽ ഒരു 7-7.5 അടി പൊക്കമുള്ള ഒരു പകൽ. ഭയങ്കര കുടവയർ, ഒരു ഞാൻ കരി കെട്ടി തൂക്കിയിട്ട് ഇട്ടേക്കുന്ന പോലെ ആ കുടവയർ. ഒരു കണ്ണ് വടക്കോട്ട്, ഒരു കണ്ണ് തെക്കോട്ടിരിക്കുക. ചുവന്ന കണ്ണ്, ചെങ്കണ്ണ്, കയ്യിലൊരു കമ്പും കാണും. അദ്ദേഹത്തിന് കയ്യിലിരിക്കുന്ന കമ്പും ആ കണ്ണും കാണുമ്പോൾ പിള്ളേരെല്ലാം രണ്ടും കഴിയും. വളരെ സ്ട്രിക്റ്റാ രാമേശ്വരി, വളരെ സ്ട്രിക്റ്റാ. ആരും ലേറ്റാൻ പാടില്ല. കുട്ടികൾ മാത്രമല്ല, സാറന്മാർ. കൃത്യം 9:30 മണിയാകുമ്പോൾ സാറന്മാരുടെ അറ്റൻഡൻസ് രജിസ്റ്റർക്ക് മടക്കുക അലമാരി വയ്ക്കും. അസംബ്ലി കഴിഞ്ഞാലും അദ്ദേഹം ആ ഗേറ്റിൽ തന്നെ വെക്കും. താമസിച്ചു വന്ന പിള്ളേരെല്ലാം കൈ ഉടഞ്ഞുകൊണ്ടാണ് ക്ലാസ്സിലോട്ട് കയറി വരുന്നത്. ഹരിശരൻ ബാബു ഒരു ദിവസം ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു, സെക്കൻഡ് പീരീഡ് തുടങ്ങി നടക്കുള്ള ജനകേറാം. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് ആയിട്ടും സെക്കൻഡ് പീരീഡ് വരുന്ന സാറിനെ കാണുന്നില്ല. ഒരു AG ടീച്ചറാണ് വരുന്നത്. പെൺ സാർ അവരെ കാണുന്നില്ല. അപ്പൊ മുൻ ബെഞ്ചിരുന്ന ദിവസം പറയുന്നു, ഇന്ന് അവളില്ലടേ. നമ്മുടെ അവളെ ഇന്ന് അവളില്ല. വേറെ പറഞ്ഞു, അവളില്ല, മറ്റേ വരും. ആരാ? പടവയറും
കോങ്കണ്ണൻ കടുവാത്തലയും ഹെഡ്മാസ്റ്റർ മരമാസ്തരിലുള്ള മരമൂടൻ ഹെഡ്മാസ്റ്റർ. ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടുതൽ ചെറുക്കെഴുന്നേറ്റ് പാട്ടും കളിയും തുടങ്ങി അവന്റെ കൂട്ടുകളെല്ലാം ചുറ്റുകൊണ്ട് പാട്ടും കളിയും ഗാനമേളയും. കുഴവേലൻ കോങ്കണ്ണൻ കടുവാത്തലയും ഹെഡ്മാസ്റ്റർ മരമാസ്തരിയുടെ ശരിയുള്ള മരമൂടൻ ഹെഡ്മാസ്റ്റർ. കോങ്കണ്ണൻ കടുവാത്തലയും ഹെഡ്മാസ്റ്റർ മരമാസ്തരിയുടെ ശരിയുള്ള മരമൂടൻ ഹെഡ്മാസ്റ്റർ. കടുവാത്തലയും ഹെഡ്മാസ്റ്റർ. വന്നിരിക്കുന്നു കടുവ. കടുവാനി ക്ലാസ്സിൽ കയറി പിള്ളേരെല്ലാം എഴുന്നേറ്റു. കടുവാടെ കണ്ണിൽ തീപ്പനി 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 കൈ കമ്പുണ്ട്. ആരാ പാടിയത്? ആരാണ് അവിടെ പാടിയത്? പാടിയവരാരുമില്ല. ആരാണ് നിക്കൊളവയറും കോങ്കണ്ണനെ വിളിച്ചത്? നീയാണോ? അല്ല. നീയാണോ? അല്ല. നീയാണോടി? അല്ല. 39 പേര് എഴുന്നേറ്റ് നിൽക്കുക. പാടിയവരുമില്ല, പണ്ട് കേട്ടവരുമില്ല. അവസാനം അത് എന്നോട് ചോദിച്ചു, പ്രദക്ഷിന്ദ്ര റോയ് നിനക്കറിയോ ആളിനെ? ഞാൻ നല്ലവനാ, ഞാൻ മാതൃകാ വിദ്യാർത്ഥിനാണ് അദ്ദേഹം വിചാരിച്ചു. ക്ലാസ്സിൽ വേറുണ്ടാക്കുമ്പോഴൊക്കെ അദ്ദേഹം വരും. കുട്ടികളെയൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞു കൊടുക്കും. എടാ പ്രദക്ഷിന്ദ്ര റോയെ കണ്ടുപിടിക്കടാ, ഇവനെ ചന്ദ്രനെ കണ്ടുപിടിക്കും. ഞാൻ മര്യാദക്കാരനെന്ന് അദ്ദേഹത്തിന്റെ വിചാരം. പക്ഷെ എന്റെ കാര്യം എനിക്കല്ലേ അറിയാവോ? ചന്ദ്ര നിനക്കറിയാം ആളിനെ? അറിയാം സാർ. ആരാണ്? ദേവൻ. രത്തൻ. ഓഹോ, രത്തൻ. ബാക്കി ഇരിക്കണം. നിൽക്കുന്ന രത്തൻ ഞങ്ങളുടെ ക്ലാസ്സിലൊരു ഗൂണ്ട. കഴിഞ്ഞ 8 വർഷമായിട്ട് 8ാം ക്ലാസ്സിൽ സ്ഥിരതാമസമാണ്. കഴിഞ്ഞ വർഷം ഹോൾ പ്രൊമോഷൻ വന്നിട്ടും രത്തൻ പോയില്ല. കാരണം രത്തൻ അവിടെ വേറെ ഇറങ്ങി കിടക്കുക. ഇവിടെ അവൻ വരാൻ അല്പം മറിച്ചു. ഹെഡ്മാഷിന് അവർ മുടിക്കോത്തി പിടിച്ച് വെച്ചാൽ കൊണ്ടുവത്തി കൊണ്ടുവന്ന വേണ്ട 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 വേണ്ട. അവസാനം കാലം കാറ്റുന്ന ഒരു കാറ്റ്. ഇരുന്നോ? അവിടെ ഇരുന്നോടാ. എല്ലാരും കണ്ടല്ലോ ക്ലാസ് വേളം ഉണ്ടാക്കിയ വീടെന്ന് എനിക്കറിയാം. ഓർമ്മിച്ചു. ഹെഡ് മാസ്റ്റർ പോയി. ക്ലാസ് നിശബ്ദം. ദുഃഖം 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 അമർഷം സപ്തവാഴ്ത്തം തുളച്ചു വെള്ളിറാങ്ങൾ ദുഃഖം സതീർച്ചതം ദുഃഖം ദുഃഖം ഘനീഭൂത ദുഃഖം. ഹരിശ്രബാബു 2 ദിവസം കഴിഞ്ഞു സ്കൂൾ കിട്ടിയ വീട്ടിലേക്ക് പോവാ. ആ വളവ് തിരിഞ്ഞപ്പോ ആളും പേരില്ലാത്ത ആ വളവ് തിരിഞ്ഞപ്പോ എനിക്ക് ഏറ് കിട്ടി. ചീറിക്കൊണ്ടതിന് എത്തിയ സൂക്ഷം തലയ്ക്കന്നെ കൊണ്ടു. ഞാൻ വീട് പോയി. പിന്നെ ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോ ഞാൻ ആശുപത്രി കിടക്കുക. അച്ഛനും അമ്മയും അടുത്തിരിപ്പുണ്ട്. അമ്മ ഇരുന്ന് കരയും. എന്റെ തലയ്ക്കൊരു നല്ല കെട്ട് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ചോദിക്കുന്നു, മോനെ നീ എന്തിനാ ആ തെമ്മാടി ചെറുക്കന്റെ പേര് പറഞ്ഞു കൊടുത്തത്? അതുകൊണ്ടല്ലേ അവനെ ഒളിച്ചു നിന്നെ എറിഞ്ഞു. അന്യായം കാണിച്ച് അവനെ ശിക്ഷിക്കണ്ടേ? പിന്നെ അന്യായം. നിന്റെ ക്ലാസ് വേറെ കുട്ടികളുണ്ടായിരുന്നല്ലോ, 10-39 പേര്. അവരാരും പറഞ്ഞില്ലല്ലോ. നീ മാത്രം സത്യസന്ധ ധീരൻ മഹാൻ. കൊണ്ടെന്താ വാങ്ങിച്ച് കെട്ടിയല്ലോ കെട്ട്. ഹെഡ്മാഷെ അക്ഷരത്തെ അവന് ശിക്ഷിക്കണ്ടേ? ഹെഡ്മാഷ് എന്ന് പറഞ്ഞ ആരാ? മാഷന്മാരുടെ മാഷ ഗുരുനാഥൻ. ഗുരുനാഥൻ ആരാണെന്ന് എനിക്കറിയാം. വിദ്യാരംഭ സമയത്ത് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗുരുനാഥൻ എന്നെ കൈപിടിച്ച് അരിയിൽ എഴുതിക്കുന്നതിന് മുമ്പ് ആചാര്യൻ എന്നെ കാതിൽ മന്ത്രിച്ചു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. പരബ്രഹ്മത്തൊക്കെ വലിയവനാ ഗുരുദാസൻ. അദ്ദേഹത്തെ ആക്ഷേപിച്ച ശിക്ഷിക്കണ്ടേ? പിന്നെ പരബ്രഹ്മം. നീ പരബ്രഹ്മത്തെ രക്ഷിക്കുമോനെ. പക്ഷെ പരബ്രഹ്മം നിന്നെ ശിക്ഷിച്ചു. ഇതൊന്നും സാരമില്ല. ചെറിയേറ് കൊണ്ടല്ലോ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു സത്യത്തിന് വേണ്ടി പോരാടണം എന്നല്ലേ അച്ഛൻ എന്നെ പഠിപ്പിച്ചു. അച്ഛനല്ലേ ഹരിശ്ചന്ദ്രന്റെ കഥ എനിക്ക് പറഞ്ഞത്? എടാ മോനെ, അത് കഥയല്ലോടാ. കഥയ്ക്ക് അർത്ഥമൊന്നുമില്ലേ? ആ കഥയ്ക്ക് അർത്ഥമല്ലേ? എങ്കിൽ പിന്നെ രാമായണ മഹാഭാരതവും എല്ലാം ചുട്ടുകരിച്ചെങ്കിൽ എന്തിനാ കെട്ടിപ്പോതിച്ചിട്ട് പൂജിക്കുന്നത്? പോട്ടെ, അത് കഥ. ഹരിശ്ചന്ദ്രൻ കഥ. അച്ഛനറിയാവോ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ? അദ്ദേഹത്തിന്റെ പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാറുണ്ട്.
നല്ലൊരു പാഠമുണ്ട്. സത്യം വധ ധർമ്മം ചര. അച്ഛൻ പറഞ്ഞ അച്ഛൻ തന്നെ. മോനെ, ഈശ്വരത്തിന്റെ വിദ്യാഭ്യാസം വലിയ ആളായി ഒരുപാട് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 19ാം നൂറ്റാണ്ടിലാണ്. നീ ജീവിച്ചിരിക്കുന്ന 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകത്തിലാണ്. അച്ഛനെന്തോ ഈ പറയുമ്പോ നൂറ്റാണ്ട് മാറുന്നതനുസരിച്ച് സത്യത്തിന്റെ അർത്ഥം മാറുമെന്നാണ് പറയുന്നത്. പോട്ടെ, അത് 19ാം നൂറ്റാണ്ട്. നമ്മുടെ നൂറ്റാണ്ട് ജീവിക്കുന്ന ആളല്ലേ ടാഗോർ, വിശ്വമഹാകവി ടാഗോർ. അതെന്താ പഠിപ്പിക്കുന്നത്? എന്റെ താത എന്റെ രാജ്യത്തെ സത്യലോകത്തേക്ക് നയിച്ചാലും. മോനെ, നിന്നെ പഠിപ്പിക്കാൻ അയച്ചത് അർത്ഥമാണ് ഇപ്പൊ തോന്നുന്നു. ഏതായാലും നീ ഇത്ര വലിയ പിടിവാശം കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ തൽക്കാലം ഏറ് കൊണ്ടതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ നെഞ്ചു നോക്കി വെടിയുണ്ട കയറും. ശരി ബാബു, എനിക്ക് എന്റെ തലയിലെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്നു, ഗതുൽ സ്കൂളിൽ പോയിക്കോ. അവിടെ ചെന്ന് ഹെഡ് മാസ്റ്റർ പറയണം, എത്ര ശിക്ഷിക്കാൻ പറയാം കേട്ടോ, അല്ലാതെ തലയിച്ചോർച്ച് പോരുള്ളൂ. ഈശ്വര വിദ്യാസാഗർ നൽകിയ ശാശ്വത സത്യം ദുഃഖം, ശാശ്വത സത്യം ദുഃഖം. ശിരസിൻ മുറിവുണങ്ങി, പ്രതുലിൻ മനസ്സിൻ മുറിവുണങ്ങിയ. ക്ലാസ്സിൽ ചെന്നപ്പോ മാഷി ചോദിക്കുന്നു, പ്രതുൽ എവിടെയായിരുന്നു കഴിഞ്ഞൊരു മാസമായിട്ട് കാണുന്നില്ലല്ലോ? സാർ ലീവ് കൊണ്ടുവന്നിട്ടുണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താ കാര്യം? സാർ ക്ലാസ്സിൽ വേളമുണ്ടാക്കിയ ആരാണെന്ന് സാറ് ചോദിച്ചു. ഞാൻ രത്തന്റെ പേര് പറഞ്ഞു. സാർ രത്തനെ ശിക്ഷിച്ചു. പകരം രത്തൻ എന്നെ ശിക്ഷിച്ചു സാർ. ഒളിച്ചു മെറിഞ്ഞു സാർ. തുന്നലിട്ടുണ്ട്. ഹെഡ്മാസ്റ്ററിന്റെ മുടിയാക്കി നോക്കിയപ്പോ 8 കൊണ്ടം മുതൽ പാട് കിടക്കും. 4-5 തുന്നലുമുണ്ട്. രത്തനെ ശിക്ഷിക്കണം സാർ, രത്തനെ ശിക്ഷിക്കണം സാർ. രത്തൻ നിന്നെ തെരഞ്ഞെന്നുള്ള തെളിവുണ്ട് ആരെങ്കിലും കണ്ടാറുണ്ടോ? ഇല്ല, കണ്ടവരാരുമില്ല, തെളിവില്ല. പക്ഷെ അവനല്ലാതെ മറ്റാരും എന്നെ അറിയില്ല. അവനെ ശിക്ഷിക്കണം സാർ. നീ ക്ലാസ്സിൽ പോ, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കാം. ക്ലാസ്സിൽ ചെന്ന് കൂട്ടുകാരവനെ അങ്ങ് വളഞ്ഞു. ഋതുൽ, നീ എന്തിനാ രത്തന്റെ പേര് പറഞ്ഞു കൊടുത്തത്? ഞങ്ങളെന്താ പറഞ്ഞു കൊടുക്കാഞ്ഞത്? ഞങ്ങൾക്ക് പേടിയാവനെ. അവന്റെ പേര് പറഞ്ഞു കൊടുത്താലേ വെളിക്ക് കൊടുക്കുമ്പോൾ ഇറങ്ങി ചങ്കിടിച്ച് വെള്ളം വന്നോ, അവന്റെ ഒറ്റ ഇടിക്കുണ്ടോ നമ്മളെല്ലാം കൂടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാം. വീട്ടിൽ വന്നപ്പോ അച്ഛൻ ചോദിക്കും, മോനെ ഹെഡ്മാഷ് കണ്ടോ? കണ്ടു. എന്ത് പറഞ്ഞു? തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കാമെന്ന് പറയുന്നു. എന്റെ കൂട്ടുകാരെന്ത് പറഞ്ഞു? അവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. കണ്ടോ മോനെ? അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ ശരി, ലോകം മുഴുവൻ ഒരു പക്ഷം, നീ മാത്രം പ്രതിപക്ഷം. മോനെ, ഇങ്ങനെ പോയാ ഞാൻ പറഞ്ഞല്ലോ നിന്റെ നെഞ്ചു നോക്കി വേണ്ടിയുണ്ട കയറും. സത്യം ചൊല്ലാൻ ഉപദേശം, സത്യം ചൊന്നാൽ ഉപരോധം, അസത്യമോദാൻ പ്രേരിപ്പിക്കും നക്സലുകൾ സഹപാഠികൾ. ഈശ്വര വിദ്യാസാഗർ നൽകിയ ശാശ്വത സത്യം ദുഃഖം, ശാശ്വത സത്യം ദുഃഖം. ശിരസിൻ മുറിവുണങ്ങി, പ്രതുലിൻ മനസ്സിൻ മുറിവുണങ്ങിയ. 5 വർഷം കഴിഞ്ഞു. പ്രദക്ഷന്റെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്. പരീക്ഷ കഴിഞ്ഞു. 2 മാസം കഴിയുമ്പോൾ റിസൾട്ട് വരും. റിസൾട്ട് അനുകൂലമാണെങ്കിൽ അയാൾ എഞ്ചിനീയറാണ്. ധാരാളം വായിക്കുന്ന കൂട്ടത്തിലാണ് പ്രദക്ഷന്റെ റോയ്. എന്റെ വായന മുറിയിലിരിക്കുമ്പോൾ ദിവസം അമ്മ മുറിക്കകത്തോട് കയറി വന്നു. റേഡിയോ അടുത്തണ്ടിരുന്നു. അമ്മ റേഡിയോ ഓൺ ചെയ്തു. ജീവൻ ബാബു കമ്പനി നൽകും, ജീവനോധം സേവിക്കും. ജീവൻ ബാബു കമ്പനി നൽകും, ജീവനോധം സേവിക്കും. ജാതിക്കലൻ ജാതിക്കലൻ ജാതിക്കലൻ. ഉദര രോഗബാധനെ തങ്ങൾ നാടിൻ മക്കളെ, ഉദര രോഗബാധനെ തങ്ങൾ നാടിൻ മക്കളെ. ജീവൻ ബാബു കമ്പനി നൽകും, ജീവനോധം സേവിക്കും. ജാതിക്കലൻ ജാതിക്കലൻ ജാതിക്കലൻ. എല്ലാവിധ വൈദ്യുതി കൈകണ്ട സിദ്ധമസുഖം. ജാതിക്കലൻ സേവിക്കുക, ജാതിക്കലൻ ജാതിക്കലൻ ജാതിക്കലൻ. പ്രതുൽ എഴുന്നേറ്റുന്ന റേഡിയോ ഓഫ് ചെയ്തു. അമ്മയുടെ മുഖം വിളറി. എന്താടാ എന്താ നിർത്തിക്കളഞ്ഞത്? എടാ, നമ്മുടെ കമ്പനിയുടെ പരസ്യമല്ലേ? അത് നിന്റെ അച്ഛന്റെ പേരിലെ വിളിച്ചു പറയുന്നത്. അമ്മേ, നമ്മുടെ കമ്പനിയുടെ പരസ്യം, പക്ഷെ എനിക്കിത് കേൾക്കുന്ന ഇഷ്ടമല്ല. അമ്മയ്ക്കിത് കേട്ടില്ല, ഉറക്കം പറ്റില്ല. ജാതിക്കനൻ ജാതിക്കനല്ല അമ്മേ,
നാട്ടുകാർ ഈ മരുന്ന് പറയുന്ന പേര് വേറെയാ. ജീവക്കൻ. ഇത് വാങ്ങിച്ചു കഴിച്ച്, ഈ വിഷം വാങ്ങിച്ചു കഴിച്ച് എത്ര എണ്ണം തൊലയുന്നല്ലോ. പിന്നെ തൊലയുന്നു. ആയുസില്ലാത്തവൻ എന്തും ഇത് കഴിച്ചാലും തൊലയും. അല്ലെങ്കിൽ അങ്ങോട്ട് തൊലയട്ടെ. എത്ര പേര് ജീവിക്കും നമ്മുടെ കമ്പനി കൊണ്ട്? എത്ര പേര് ജീവിക്കുന്നു? അത് ശരിയാ, അമ്മ പറഞ്ഞു ശരിയാണ്. റേഡിയോക്കാരൻ ലാഭം, പത്രക്കാരൻ ലാഭം, റേഡിയോക്കാരൻ ലാഭം, പത്രക്കാരൻ ലാഭം, വിൽപ്പനക്കാരൻ ലാഭം, വൈദ്യന്മാർക്ക് ലാഭം, ലാഭം ലാഭം ലാഭം, ജീവൻ ബാബുവിനത് ലാഭം, ലാഭം ലാഭം ലാഭം, ജീവൻ ബാബുവിനത് ലാഭം. അമ്മേ, മനുഷ്യനെ കൊന്നൊടുക്കി കോടിക്കണക്കിന് സമ്പാദിക്കുന്ന ഈ മരുന്ന് കമ്പനി കൂട്ടാൻ പറയാൻ അച്ഛനടുത്ത്. നീ തന്നെ പറ, ദാ വരുന്നു നിന്റെ അച്ഛൻ. ജീവൻ ബാബു വന്നു. എന്തോ അവിടെ അമ്മയും മോനും കൂടെ വഴക്ക്. വഴക്കൊന്നുമില്ല. അവൻ പറയുന്നത് കമ്പനി കൂട്ടണമെന്ന്. നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്നതെല്ലാം വിഷമാണ്, മായമരുന്നാണ്. അത് കഴിച്ച് ജനങ്ങളെല്ലാം തൊലയുന്നു. അതുകൊണ്ട് കമ്പനി കൂട്ടണമെന്ന്. അവന് വല്ലതും അറിയാവോ? അവന് എഞ്ചിനീയർ അല്ലയോ? എന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലൈനിലുള്ളതാ. മെഡിസിൻ, ഔഷധി എന്ന് പറഞ്ഞാൽ അത് ചുക്കോ ചുണ്ണാമ്പോ എന്നവനറിയാവോ? അവന്റെ എഞ്ചിനീയറാ. എന്താ മോനെ, നിനക്ക് ഞാൻ ജോലി കണ്ടുവച്ചിട്ട് വരിക. എന്താ സാർ? 5000 രൂപ ശമ്പളം. എവിടെ സാർ? എന്റെ കമ്പനി തന്നെ നിന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നു. MD. എന്താ MD ഒന്നും മിണ്ടാത്തത്? അച്ഛാ, എനിക്ക് ഈ ജോലിയൊന്നും കഴിയത്തില്ല. ജോലി കഴിയത്തില്ലേ? പിന്നെ എങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് ജോലിയല്ല ഇഷ്ടം. അച്ഛനെ പോലെ ഒരു ബിസിനസ്സുകാരനാണെന്നുള്ള. ഓഹോ, എന്ത് ബിസിനസ്സാ? ഒരു ബ്ലേഡ് കമ്പനി. ബ്ലേഡോ? മനുഷ്യന്റെ കുരവള ഇറക്കുന്ന ബ്ലേഡോ? അതല്ല അച്ഛൻ ഉദ്ദേശിച്ചത് ഈ മനുഷ്യന് ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അതല്ല. ഇത് യഥാർത്ഥത്തിലുള്ള ബ്ലേഡ്, സാക്ഷാൽ ബ്ലേഡ്, മുഖക്ഷൗരം ചെയ്യുന്ന ബ്ലേഡ്. ഓഹോ, എന്തോ ചെലവ് വരും? ഒരു 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. നിന്റെ കാശുണ്ടോ? അച്ഛൻ തരണം. ഞാൻ തരത്തില്ല. ഞാൻ നെറ്റിലെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ടുപോയി മുടിച്ചു കൊണ്ടുവരാൻ ഞാൻ തരത്തില്ല. അച്ഛൻ അങ്ങനെ മുടിച്ചു മുള്ളുവാരുന്ന ബിസിനസ് അല്ലത്. അസാധ്യ ലാഭമായിരിക്കും. ഞങ്ങൾ ഇറക്കാൻ പോകുന്നു 1 രൂപയ്ക്ക് ഒരു ബ്ലേഡ്. 1 മാസത്തേക്ക് ഒരു ബ്ലേഡ് മതിയാവും. അസാധ്യ പ്രചാരമായിരിക്കും, വമ്പിച്ച ലാഭമായിരിക്കും. അച്ഛന്റെ കമ്പനിയൊക്കെ ലാഭമായിരിക്കും. ഞങ്ങൾ ആരെയും ഒന്നും കൊടുക്കുന്നുമില്ല. എടാ മോനെ, എനിക്ക് നേരത്തെ പറയാൻ എന്താ, നമുക്കൊരു യുണൈറ്റഡ് കമ്പനിയാണ് തുടങ്ങാറുന്നല്ലോ. ജീവൻ ബാബു ആൻഡ് സൺസ് കമ്പനി. പക്ഷേ 2 മാസം കഴിയട്ടെ, എന്റെ റിസൾട്ട് വരട്ടെ. അതുവരെ ഞങ്ങളുടെ പാവപ്പെട്ട മരുന്ന് കമ്പനി ഒന്ന് വന്നിരുന്ന് കളയാറാവുകയെ എഞ്ചിനീയറെ. അച്ഛൻ മോന്റെ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. കൊച്ചു മുതലാളി കൃത്യമായിട്ട് ഓഫീസിൽ പോയി തുടങ്ങിയിരിക്കുന്നു. അവിടെ വലിയ മുതലാളി പലപ്പോഴും വീട്ടിലിരിപ്പാ. അവിടെ നിന്നോട് ഫോൺ ചെയ്യും. ചീഫ് കൊണ്ട് വിളിക്കും. ബോസ് സാർ, എങ്ങനെ ഉണ്ടോ കൊച്ചു മുതലാളി? കൊള്ളാം സാർ, വളരെ ഇന്റലിജന്റാ, വളരെ ബുദ്ധിമാനാ. പക്ഷേ നേരിട്ട് ബോധ്യപ്പെടാൻ ഒന്നും വിശ്വസിക്കുന്നില്ല. അവനെ സൂക്ഷിക്കണം. നമ്മുടെ ഈ മരുന്നിന്റെ ചേരുവയെ സംബന്ധിച്ച് രഹസ്യമൊന്നും പറഞ്ഞു കൊടുക്കുന്നത് കുഴപ്പമുണ്ടാക്കും. അതാ വരുന്നു മാനേജിംഗ് ഡയറക്ടർ. മോനെ ഋതുൽ, നീ ദീർഘായുസ. എന്താ ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നീ ചാവത്തില്ല. നിന്നെ തല്ലി കൊന്നാലും ചാവത്തില്ല. എന്താ എന്റെ കാര്യം? ഇതാ നിനക്ക് വേണ്ടി ഞാനും നിന്റെ അമ്മയും കൂടെ പോയി പെണ്ണിനെ കണ്ടു. എങ്ങനെ കണ്ടു? എന്നോട് ചോദിച്ചോ? എന്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഇയാളോട് ചോദിക്കുന്നു, ഇയാളുടെ അഭിപ്രായം. പോടാ. എടാ, നിനക്ക് കല്യാണപ്രായമായി. ഞങ്ങൾ പോയി പെണ്ണിനെ കണ്ടു. നിന്നെ ഇത്രയും വളർത്തി ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി പെണ്ണിനെ കാണാൻ അവകാശമുണ്ട് കേട്ടോ. കുഞ്ഞ് അവിടെ ചെന്ന് കണ്ടപ്പോഴോ പെണ്ണ് കൊള്ളാം, നിനക്ക് ചേർന്നൊരു പെൺകുട്ടി, നമ്മുടെ കുടുംബത്തിൽ ചേർന്നൊരു പെൺകുട്ടി, മാത്രമല്ല BA പാസ്സായിട്ടുണ്ട്. ഇത്രയൊക്കെ ആയപ്പോ ഞങ്ങള് വാക്കും കൊടുത്തു.